ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കോഴ്സിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. നമ്മൾ ടെൻസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന സെൻറ്റൻസുകളെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിമ്പിൾ പ്രസൻറ്റ് ഫാക്റ്റുകൾ, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് കൊണ്ട് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നൗ ഷൈലോക്ക് കം എന്നുള്ള വെർബാണ് അവർ പറഞ്ഞിരിക്കുന്നത്. Now Shylock come forward with a pair of scales and a knife. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഹീ മൂവ് ആണ് വെർബ് ഫോം തന്നിരിക്കുന്നത്. ഹീ മൂവ് ടുവേർഡ്സ് ആൻറ്റോണിയോ. അപ്പോൾ ഇത് രണ്ടിനെ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലേക്ക് ആക്കുമ്പോൾ നോക്കുക, ഷൈലോക്ക് എന്നുള്ളത് ഒരു സിംഗിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഹീ എന്ന് പറയുന്നതും സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് പറ്റുന്നത് എന്തായിരിക്കും? വെർബ്സ് ഏത് ഫോം ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്? കം എന്നുള്ളത് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ വരുമ്പോൾ അത് കംസും, ഹീ മൂവ് എന്നുള്ളത് മൂവ്സും ആകും. അപ്പോൾ ആൻസർ വരുമ്പോൾ നൗ ഷൈലോക്ക് കംസ് ഫോർവേഡ് വിത്ത് എ പെയർ ഓഫ് സ്കെയിൽസ് ആൻഡ് എ നൈഫ്, ഹീ മൂവ് ഫോർവേഡ് ടുവേർഡ്സ് ആൻറ്റോണിയോ. ഇങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഡെയിലി ഹാബിറ്റ്സിന് വേണ്ടിയിട്ടും ജനറൽ ട്രൂത്ത്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നറേറ്റിംഗ് ഇവൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക എക്സാംസിനും നമുക്ക് ഈ ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ഫോർ ഹീ ഷീ ഇറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂള്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷൈലോക്ക് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വെർബ് കംസ് വന്നു. ഹീയും സിംഗുലർ ആണ്, സോ വെർബ് കംസ് മൂവ്സ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് ഫ്രേസസ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ്. ഇപ്പോൾ ഫ്രേസൽ വെർബ്സും നമുക്ക് ഒരു പാർട്ടായിട്ടുണ്ടല്ലേ പഠിക്കാം. അപ്പോൾ ഫ്രേസൽ വെർബ്സ് കുറച്ച് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഐ ഹാവ് അബാൻഡൻഡ് മൈ പ്രൊഫഷൻ. അതിൽ അബാൻഡൻഡ് എന്നുള്ള ആ ഒരു ഫ്രേസിനെ നമ്മൾ ഫ്രേസൽ വെർബ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ദ റിക്വസ്റ്റ് വാസ് റിജക്റ്റഡ് എന്നുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള ഫ്രേസിനെ മാറ്റിയിട്ട് നമ്മൾ ഫ്രേസൽ വെർബ് ഫോമിലാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രേസൽ വെർബ് ചേർക്കാം, പക്ഷേ എന്തായിരിക്കണം ഇതിൻ്റെ ആൻസറിൽ മീൻ ചെയ്യേണ്ടത് ഈ അബാൻഡൻഡ് എന്നുള്ള ആ ഒരു വേർഡ് മീനിങ് തന്നെ ആയിരിക്കണം നമ്മൾ ചേർക്കുന്ന ഫ്രേസൽ വെർബിനും വരേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം ഐ ഹാവ് അബാൻഡൻഡ് എന്ന് പകരം നമ്മൾ ചേർത്തത് ഐ ഹാവ് ഗിവൺ അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അബാൻഡൻഡിൻ്റെ സെയിം മീനിങ് ആണ് ഗിവൺ അപ്പിനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ദ റിക്വസ്റ്റ് വാസ് റിജക്റ്റഡ് എന്നുള്ളതിന് പകരം ടേൺ ഡൗൺ. റിജക്റ്റഡിന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് ടേൺഡ് ഡൗൺ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഗിവൺ അപ്പ് ആൻഡ് ടേൺ ഡൗൺ. ഐ ഹാവ് ഗിവൺ അപ്പ് മൈ പ്രൊഫഷൻ ആൻഡ് ദ റിക്വസ്റ്റ് വാസ് ടേൺ ഡൗൺ. ഇതാണ് രണ്ട് സെൻറ്റൻസും നമ്മൾ ഫ്രേസൽ വെർബിൽ പറയുമ്പോൾ. അപ്പോൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് വേർബ് പ്ലസ് പ്രിപ്പോസിഷൻ ഓർ അഡ്വർബ്, ഈ ഒരു ഫോമിലായിരിക്കണം ഒരു ഫ്രേസൽ വെർബിൻ്റെ ഘടന. ദേ ഓഫൺ റീപ്ലേസ് സിംഗിൾ വേർഡ് ഫോർമൽ വെർബ്സ് ഇൻ ഇൻഫോർമൽ യൂസേജ്. ഇൻഫോർമൽ യൂസേജിൽ നമുക്കൊരു സിംഗിൾ വേർഡ് ഫോർമൽ വെർബ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഗിവൺ അപ്പ് മീൻസ് അബാൻഡൻ ആൻഡ് ടേൺഡ് ഔട്ട് മീൻസ് റിജക്റ്റ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രൊണൗൺസ്. പ്രൊണൗൺസ് അറിയാമല്ലോ. പ്രൊണൗൺസ് നമ്മൾ ഒരു സബ്ജക്റ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രൊണൗൺസ് എന്ന് പറയുന്നത്. മൈ സിസ്റ്റർ, അവർ അങ്കിൾ സേവ്ഡ്, ഈസ് നൗ ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ ഇതെന്താ, ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് അല്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രൊണൗണിൻ്റെ കുറവുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ദ സ്റ്റുഡൻസ് ബിൽഡ് ദ ക്ലാസ് റൂം. സ്റ്റുഡൻസ് ബിൽഡ് ദ ക്ലാസ് റൂം. അപ്പം ഇതിൽ രണ്ടിലും എന്തോ പ്രൊണൗൺസിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് മൈ സിസ്റ്റർ ഹൂം അവർ അങ്കിൾ സേവ്ഡ് ഈസ് നൗ ഗെറ്റിംഗ് മാരീഡ്. ആരാണോ അങ്കിൾ സേവ് ചെയ്ത എൻ്റെ സിസ്റ്റർ, ഷീ ഈസ് നൗ ഗെറ്റിംഗ് മാരീഡ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദ സ്റ്റുഡൻസ് ബിൽഡ് ദ ക്ലാസ് റൂം ബൈ ദംസെൽസ്. ഓക്കെ, ദ സ്റ്റുഡൻസ് ബിൽഡ് ദ ക്ലാസ് റൂം എന്ന് പറയാം, പക്ഷെ ബൈ ദംസെൽസ് എന്ന് പറയുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് ക്ലാസ് റൂം പണിതു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹും ആണ് ഇവിടെ പ്രൊണൗണിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ദി വെർബായിട്ട് വരുന്നത്. റിഫ്ലെക്സീവ് പ്രൊണൗൺസ് ആയിട്ടുള്ള ദംസെൽസ് ആണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹും എന്നുള്ളത് അവർ അങ്കിൾ സേവ്ഡ് ഹെർ എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ആൻഡ് ദംസെൽസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ പണിതു എന്നുള്ള ഒരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദംസെൽസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊണൗൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ ഫസ്റ്റ് കണ്ടു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതേപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തേർഡ് ടെൻസ് ആണ് പ്രസൻറ്റിൽ. അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം അറിഞ്ഞിരിക്കണം ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അവർ തന്നിരിക്കുന്ന വെർബ് ഫോം കംപ്ലീറ്റ്, മൈ ഡ്യൂട്ടി. സെക്കൻഡ് വൺ ലീവ് ആണ് വെർബ് ഫോം, ഹീ ലീവ് ഇൻ ദിസ് പ്ലേസ് ഫോർ 30 years. അപ്പോൾ ഇത് രണ്ടിലെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കിയിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് മനസ്സിലാലോചിക്കുക. നമ്മൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചത് തന്നെയാണോ ആൻസർ എന്നുള്ളത് നോക്കുക കേട്ടോ. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുപറ്റി പോകുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ടെൻസ് നല്ലോണം കൺസെപ്റ്റ് പോയി തറവാക്കിയിട്ട് പിന്നെയും നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നു ചെയ്യുക. ഈ ഒരു പാറ്റേണിലായിരിക്കണം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡ്യൂട്ടി എന്നുള്ളതാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡ്യൂട്ടി. ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് ഹീ ഹാസ് ലീവ്ഡ് ഇൻ ഹിസ് പ്ലേസ് ഫോർ 30 years എന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു ജനറൽ ഫോം കാണാതെ പഠിച്ചു വയ്ക്കുക. ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് ദി വെർബ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് റെലവൻസ് അല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഹീ ഹാസ് ലീവ്ഡ് എന്നാണ് നമ്മുടെ ആ ഒരു രണ്ട് സെൻറ്റൻസിൻ്റെ മോഡിഫിക്കേഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന സെൻറ്റൻസുകളെ ഫില്ല് ചെയ്തെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദെയർ ആർ ട്രീസ് ഓൺ ഡാഷ് സൈഡ് ഓഫ് ദി റോഡ്. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ച് കാണണം ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നുള്ളത് മനസ്സിലാവും. ബി ഡാഷ് വിന്നർ ഗെറ്റ്സ് എ മെഡൽ. നമുക്ക് ആൻസർ നോക്കിയാലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെയർ ആർ ട്രീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി റോഡ്. അപ്പോൾ മനസ്സിലായോ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്താണെന്ന്? ഐദർ, ഈച്ച് എന്നിങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എവരി ഇൻഡിവിജ്വൽ ഇസ് ഇൻ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ വെൻ ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വൽസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈച്ച്. വൺ ഓർ ദ അതർ ഓഫ് ടു എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഐദർ എന്ന ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ദെയർ ആർ ട്രീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി റോഡ്. റോഡിൻ്റെ രണ്ട് വരികളിലും ട്രീസ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് ഐദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് വിന്നർ ഗെറ്റ്സ് എ മെഡൽ.
അല്ലേ? ഐദർ ഏതെങ്കിലും സൈഡിൽ എന്നുള്ള ഒരു മീനിങ് ആണ്. ഈച്ച് വിന്നർ വരുമ്പോഴോ ഈച്ച് വിന്നർ ഓരോ വിന്നി ചെയ്യുന്ന ആൾക്കാർക്കും ഗെറ്റ്സ് എ മെഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐദർ ദർ ആർ ട്രീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് ഈച്ച് വിന്നേഴ്സ് ഗെറ്റ്സ് എ മെഡൽ. ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ആയിട്ടുള്ള സെൻറ്റൻസ് വരുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ് ഈച്ച് ആൻഡ് ഐദർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന സെൻറ്റൻസുകളെ മോഡിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ സ്റ്റഡി ഇൻ ദ ഗ്രാമർ സ്കൂൾ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് മൈ കസിൻ ലീവ് ഫോർ US yesterday. അപ്പോൾ ഈ രണ്ട് വെർബ് ഫോമും അതിൻ്റെ V1 ഫോമിലാണ് തന്നിട്ടുള്ളത്, സ്റ്റഡി ആൻഡ് ലീവ് എന്നുള്ളത്. ഓക്കെ, ഇതിനെ സിമ്പിൾ പാസ്റ്റിൽ ചേർക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡ് ഫോം ഓഫ് വെർബാണ് നമ്മൾ സാധാരണഗതിയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരിക? ഐ സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീഡ് എന്നും മൈ കസിൻ ലീവ് എന്നുള്ളത് ലെഫ്റ്റ് എന്നും ആകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള സെൻറ്റൻസ് നോക്കാം. ഐ സ്റ്റഡീഡ് ഇൻ ദ ഗ്രാമർ സ്കൂൾ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. മൈ കസിൻ ലെഫ്റ്റ് ഫോർ US yesterday. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസുകൾ വരുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ ഘടന കാണാതെ പഠിച്ചു വയ്ക്കുക. വെർബ് പാസ്റ്റ് ഫോം സെക്കൻഡ് ഫോമാണ്. കംപ്ലീറ്റഡ് ആക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഈ ഒരു ഫോമിലായിരിക്കണം നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പോകേണ്ടത്. ഓക്കെ, ഇപ്പോൾ സ്റ്റഡീഡ് ആൻഡ് ലെഫ്റ്റ് ആണ് രണ്ട് മോഡിഫൈഡ് ഫോം ഓഫ് വെർബ് വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻസ് കൊണ്ട് ഈ രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ടൈഗർ പൗൺസ്ഡ് ഡാഷ് ദ ഡിയർ. പൗൺസ്ഡ് ഇന്നാണോ ഓണാണോ എപ്പോണാണോ ഇങ്ങനെയുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഏരിയ ഒരു എന്താ റിലേറ്റീവായിട്ട് ഒരാളുടെ പൊസിഷൻ പറയുന്നതിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇൻ, ഓൺ, അണ്ടർ ദ ടേബിൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ബിലോങ്ങിങ്ങിൻ്റെ പ്ലേസ്, അല്ലേ? ഒരാളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്ലേസ് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡാഷ് ഹാർഡ് വർക്ക് ഹീ ഫെയിൽഡ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കാം ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്. പ്രപ്പോസിഷൻസിൽ ഫസ്റ്റ് വരുന്നത് ദ ടൈഗർ പൗൺസ്ഡ് ഓൺ ദ ഡിയർ. പൗൺസ്ഡ് ഓൺ എന്നാണ് വരുന്നത്. ഓരോ പ്രിപ്പോസിഷൻ്റെ മുമ്പിലത്തെ വേർബ് ഫോം നമ്മൾ നോക്കണം. ഓരോ വേർബ് ഫോമിനും ആഫ്റ്റർ വരുന്ന പ്രപ്പോസിഷൻസ് ഇന്നതായിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഓരോ വേർഡ്സ് നമ്മൾ പഠിക്കുമ്പോഴും ആ വേർഡ്സ് കഴിഞ്ഞിട്ട് ഏത് പ്രപ്പോസിഷനാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് വേർഡ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ആഫ്റ്റർ വരുന്ന പ്രപ്പോസിഷൻ ഏതാണെന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. പൗൺസ്ഡ് കഴിഞ്ഞ് നമ്മൾ ഓൺ ആണ് ചേർക്കുന്നത്. ദ ടൈഗർ പൗൺസ്ഡ് ഓൺ ദ ഡിയർ എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡെസ്പൈറ്റ് ഹാർഡ് വർക്ക് ഹി ഫെയിൽഡ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവൻ ഫെയിലായി എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഡെസ്പൈറ്റ് എന്നുള്ളതും ഒരു പ്രപ്പോസിഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പൗൺസ്ഡ് ഓൺ ഈസ് ദ കറക്റ്റ് ഫ്രേസ് ആൻഡ് ഡെസ്പൈറ്റ് ഇൻട്രൊഡ്യൂസസ് കോൺട്രാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ കോൺട്രാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡെസ്പൈറ്റ് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രപ്പോസിഷൻ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ ഗ്രാമർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് നമുക്ക് പാടായിട്ടും തോന്നുന്ന രണ്ട് ഭാഗങ്ങളാണ് ഈ പ്രപ്പോസിഷൻസും ഫ്രേസസും. പ്രപ്പോസിഷൻസ് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രേസും ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കുറച്ച് പാടാണ്. നമ്മൾ സാധാരണ ഒരു ഗതിയിൽ ഒരു ക്വസ്റ്റ്യനെ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപ്പോസിഷൻസിൻ്റെത് പലതും നമുക്ക് തെറ്റിപ്പോവും. പ്രപ്പോസിഷനിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമുക്ക് പ്രപ്പോസിഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റാക്കാനായിട്ട് സാധിക്കില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ക്വാണ്ടിഫയേഴ്സ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന സെൻറ്റൻസുകളെ ഫില്ല് ചെയ്യുക. എ there is dash water in the jug. No water എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. The bus has people in it. Some people എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ fill in the blanks using quantifiers with the uncountable nouns. Answer is there is no water in the jug and the bus has
സം പീപ്പിൾ ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിരുന്ന ആൻസർ തന്നെയായിരുന്നു അത്, ബൈ മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഓക്കെ, എക്സ്പ്ലനേഷനിൽ നമ്മൾ നോ എന്ന് ഉദ്ദേശിക്കുന്നത് സീറോ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. സം അൺസ്പെസിഫൈഡ് ആണ്, പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. ശരിക്കും അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല എത്രയാണെന്നുള്ള, എത്ര പീപ്പിൾ ഉണ്ട്, എത്ര ആളുകൾ ആ ബസ്സിലുണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ് സം. ഓക്കെ, അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീറൈറ്റ് യൂസിങ് അഡ്വേർബ്സ്. അഡ്വേർബ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ മോഡിഫൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ് ഇസ് വാട്ട് ഹി ഡസ്. അത് ഓൾവൈസുമായിട്ട് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യു സപ്പോർട്ട് നോ വൺ ഹാർഡ്ലി എവർ എന്നുള്ള ആ ഒരു അഡ്വർബുമായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ദിസ് ഈസ് വാട്ട് ഹി ഡസ് ഓൾവൈസ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. ആൻഡ് യു സപ്പോർട്ട് നോ വൺ. അപ്പം ഹി ഓൾവൈസ് ഡസ് ദിസ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റുക. രണ്ടാമത്തേത് ഹാർഡ്ലി എവർ നമ്മൾ യു ഹാർഡ്ലി എവർ സപ്പോർട്ട് എനി വൺ, ഈ ഒരു രീതിയിലേക്കാണ് മാറ്റാനായിട്ട് പറ്റുക. അപ്പോൾ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ആണ് ഈ ഓൾവൈസ്, ഹാർഡ്ലി എവർ എന്നൊക്കെ പറയുന്നത്. ഫ്രീക്വൻസി എപ്പോഴും, കുറച്ച് സമയം. അപ്പം മെയിൻ വെർബിൻ്റെ മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ചേർക്കുന്നത്. അതും പഠിച്ചു വയ്ക്കുക. മെയിൻ വെർബ് കഴിഞ്ഞിട്ടല്ല നമ്മൾ ചേർക്കുന്നത്. ഹി ഓൾവൈസ് ഡസ് ദിസ്. ഓക്കെ, മെയിൻ വെർബിന് മുൻപായിട്ടാണ് നമ്മൾ അഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ചേർക്കുന്നത്. ഓൾവൈസ്, ഹാർഡ്ലി എവർ എന്നൊക്കെയുള്ള ഫ്രീക്വൻസി സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ് നമ്മൾ ചേർക്കുന്നത് എപ്പോഴും മെയിൻ വെർബിന് മുമ്പായിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. ഹി ഓൾവൈസ് ഡസ് ദിസ് ആൻഡ് യു ഹാർഡ്ലി എവർ സപ്പോർട്ട് എനി വൺ എന്നുള്ളതാണ് കറക്റ്റായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ് ഇൻ ടെൻസ് യൂസേജ്. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് കറക്ഷനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഐ ആം സീയിങ് എ ഡോഗ് റണ്ണിങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഹീ ഈസ് ഫീലിംഗ് ആങ്ഷൈറ്റി അബൌട്ട് ഹിസ് ഹെൽത്ത്. ഇത് രണ്ടും ഒരേ കൺസെപ്റ്റ് കൊണ്ട് ചെയ്യേണ്ട എറർ കറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഐ സീ എ ഡോഗ് റണ്ണിങ് എന്നുള്ളതും സെക്കൻഡ് ഹീ ഫീൽസ് ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഹെൽത്ത് എന്നുമാണ്. ഈ സീയും ഫീലും സ്റ്റാറ്റീവ് വേർബ്സ് ആണ്. സ്റ്റാറ്റീവ് വേർബ്സ് ആയിട്ടുള്ള വേർബ്സിനെ നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ ലുക്ക് എന്ന് പറയില്ലേ, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം സൂൺ എന്നൊക്കെ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റീവ് വേർബ്സിനെ ഒരിക്കലും നമ്മൾ ING ഫോമിൽ പറയില്ല. അപ്പോൾ ഐ ആം സീയിങ് എ ഡോഗ് റണ്ണിങ് എന്ന് നമ്മൾ സീയിങ് എന്നുള്ളത് നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. സീ എന്നുള്ള വെർബ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഫീലിംഗ് എന്ന് നമ്മൾ പറയാറില്ല, ഫീൽസ് എന്നാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ സീ എ ഡോഗ് റണ്ണിങ് ആൻഡ് ഹീ ഫീൽസ് ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഹെൽത്ത്. ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് വരേണ്ടത്. ഓക്കെ, കറക്റ്റ് ദ പ്രൊനൗൺസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് നോക്കുക. ദിസ് കാർ ഈസ് മൈ, അവിടെ കറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ദ ടൈഗർ സോ ഇറ്റ് ഇമേജ് ഇൻ ദ മിറർ. ഇവിടെ പ്രൊനൗൺസ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മൈ എന്നുള്ളത് പ്രൊനൗൺസ് ഒരിക്കലും നമ്മൾ ദിസ് കാർ ഈസ് മൈ എന്ന് പറയില്ല, ദിസ് കാർ ഈസ് മൈൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദ ടൈഗർ സോ ഇറ്റ്സ് ഇമേജ്, ടൈഗർ അതിൻ്റെ ഇമേജ് കണ്ടു, അതിൻ്റെ പ്രൊനൗൺസ് അല്ലേ. അപ്പോൾ യൂസ് മൈൻ ആസ് പൊസസീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ മൈനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇറ്റ് എന്നുള്ളത് നമ്മൾ അപ്പോസ്ട്രഫി ഇല്ലാതെ ഇറ്റ്സ് എന്നിട്ടാലാണ് അതൊരു പ്രൊനൗൺസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ഇഡിയംസ് ടു മീനിങ്സ്. ഈ ഇഡിയംസിനെ കറക്റ്റായിട്ടുള്ള മീനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടു കിക്ക് ദ ബക്കറ്റ്, സെക്കൻഡ് സ്മോൾ ഫ്രൈ. ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ആണ് പറയേണ്ടത് ഇഡിയംസിൻ്റെ. അപ്പോൾ ഇഡിയംസും നിങ്ങൾ കുറച്ച് കളക്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇഡിയംസ് നമ്മൾ പുതിയതായിട്ട് കാണുന്ന സമയത്ത് അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. കാര്യം നമ്മൾ കുറേ വായിച്ച് നമുക്ക് എവിടുന്ന് ഏത് വായിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സിൻ്റെ ഉപകാരം എന്താണെന്ന്
എന്താ, നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 2 വീക്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1 മന്ത് കൂടുമ്പോഴോ നമുക്കിത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. നമ്മൾ എന്താണ് പഠിച്ചത്, ഇങ്ങനെയാണ്, ഒരു ഡൗട്ട് നമുക്ക് വരില്ല, ഒരു കൺഫ്യൂഷൻ നമുക്ക് വരില്ല, പഠിച്ചത് നമുക്ക് ഉറപ്പിക്കാം, അവിടെ നമുക്ക് മാർക്ക് പോകില്ല എന്നുള്ളത്. അപ്പോൾ ഇഡിയംസ് നിങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ മീനിങ് സൈഡിൽ എഴുതി വെക്കുക. പുതിയ ഇഡിയംസ് സെയിം മീനിങ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇഡിയംസ്, ഈ പറഞ്ഞിട്ടുള്ള ഇഡിയംസിൻ്റെ മീനിങ് നോക്കുക. ടു കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ എന്നാണ്. ഓക്കെ, ടു ഡൈ എന്നാണ് ടു കിക്ക് ദ ബക്കറ്റിൻ്റെ മീനിങ്. സ്മോൾ ഫ്രൈ മീൻസ് അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. സ്മോൾ ഫ്രൈ മീൻസ് അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അൺസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ സ്മോൾ ഫ്രൈ എന്നുള്ള ഇഡിയം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ടു കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. ഓക്കെ, അപ്പം ഈ 2 ഇഡിയംസ് നിങ്ങൾ മറന്നു പോകാതെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, റീറൈറ്റ് യൂസിങ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. താഴെ കാണുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമിലേക്ക് എന്താക്കുക, റീറൈറ്റ് ചെയ്തെടുക്കുക. First statement is, even as a poor man, he support a lot of people. Second statement, I wish I study well. Third, if he had tried, he get the prize. The fourth one is, I went for a movie after I finished the work. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഈവൻ ആസ് എ പുവർ മാൻ ഹീ സപ്പോർട്ട് എന്നുള്ളതിന് പകരം നമ്മൾ ഹീ ഹാഡ് സപ്പോർട്ട് ചേർക്കുന്നു. അപ്പോൾ അതെന്തായി, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായി, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി. ഓക്കെ, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ആക്ഷൻ, ഏർലിയർ ആയിട്ടുള്ളൊരു പാസ്റ്റ് ആക്ഷൻ, നമ്മൾ പറഞ്ഞ പാസ്റ്റ് ആക്ഷനെക്കാട്ടിലും ഏർലിയർ ആയിട്ട് നടന്ന ഒരു പാസ്റ്റ് ആക്ഷന് കമ്പയർ ചെയ്ത് 2 പാസ്റ്റ് ആക്ഷനെ കമ്പയർ ചെയ്തിട്ട് പറയുന്നതാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഏറ്റവും പഴയതായിട്ട് നമ്മൾ പറയുന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഐ വിഷ് ഐ സ്റ്റഡി വെൽ എന്നുള്ളത് നമ്മൾ ഐ ഹാഡ് സ്റ്റഡീഡ്, ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഇങ്ങനെ ആക്കും നമ്മൾ. ഓക്കെ, അതേപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ഹി ഹാഡ് ട്രൈഡ് ഹി ഗെറ്റ് ദ പ്രൈസിന് പകരം നമ്മൾ ഇഫ് ഹി ഹാഡ് ട്രൈഡ് ഹി വുഡ് ഹാവ് ഗോട്ട് ദ പ്രൈസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം. ഫോർത്ത് വൺ ഈസ്, ഐ വെൻറ്റ് ഫോർ എ മൂവി ആഫ്റ്റർ ഐ ഫിനിഷ് ദ വർക്ക്. ഐ ഫിനിഷ് എന്നുള്ള ഈ ഒരു വെർബ് ഫോമിന് പകരം നമ്മൾ ഐ വെൻറ്റ് ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളതാക്കും. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയായിരിക്കണം ഒരു വെർബ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ എറേഴ്സ് ഇൻ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എറേഴ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നോ ബഡി പ്രിഫർ ഹിസ് സീക്രട്സ്. സെക്കൻഡ്, ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് ആർ. Third, none but great people deserve. Fourth one is 500 rupees are. സെൻറ്റൻസ് സ്ട്രക്ചറിനെ സബ്ജക്റ്റ് വെർബ് ഉപയോഗിച്ച് SVA അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് യൂസ് ചെയ്തിട്ട് എറർ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻസർ നോക്കിയാലോ. നോബഡി പ്രിഫർ ഹിസ് സീക്രട്സ്, അതിന് പകരം നമ്മൾ ചേർക്കേണ്ടത് നോബഡി എന്നുള്ളത് എപ്പോഴും സിംഗുലറായിട്ട് നമ്മൾ പറയുന്നതാണ്. നോബഡിയുടെ കൂടെ നമ്മൾ പ്രിഫേഴ്സ് ഫോം, എസ് ഫോമുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നോബഡി പ്രിഫേഴ്സ് ഹിസ് സീക്രട്ട് എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് ആർ എന്നുള്ളത് നമ്മൾ ആസ് വെൽ ആസ് എന്ന് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റുഡൻസ് അല്ലേ, ആസ് വെൽ ആസ് ഡസൻറ്റ് എഫക്റ്റ് സിംഗുലാരിറ്റീനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു വെർബാണ് ഈ ആസ് വെൽ ആസ് എന്നുള്ളത്. ഓക്കെ, ആസ് വെൽ ആസിന് നമ്മൾ ഈസ് ആണ് ചേർക്കുന്നത് ആസ് വെൽ ആസിൻ്റെ കൂടെ. ഈ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നൺ ബട്ട് ഗ്രേറ്റ് പീപ്പിൾ ഡിസേർവ്. നൺ ബട്ട് ഗ്രേറ്റ് പീപ്പിൾ ഡിസേർവ്, അത് കറക്റ്റാണ്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ 500 റുപ്പീസ് ആറല്ല അവിടെ വരേണ്ടത്, ഈസ് ആണ് വരേണ്ടത്. എമൗണ്ട്സ് ഓഫ് മണി എപ്പോഴും സിംഗുലറായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഈസ് എന്നുള്ളതാണ് നമ്മൾ എമൗണ്ട്സ് ഓഫ് മണിയുടെ കൂടെ ചേർക്കേണ്ട വെർബ് ഫോം. ഓക്കെ, അത് അത്രയും ക്ലിയർ ആണെന്നുള്ളത് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹീ ഹാസ് ഡ്രാങ്ക്ഡ്.
B. I have drived. C. The tree has been felled. D. I have been freeze. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം എങ്ങനെയാണെന്ന് നോക്കിയാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസിൽ കറക്റ്റ് ചെയ്യേണ്ടത് ഇത് തെറ്റല്ലേ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ തെറ്റാണ് അല്ലേ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഹി ഹാസ് ഡ്രാങ്ക്ഡ്, ഐ ഹാവ് ഡ്രൈവ്ഡ് എന്നുള്ളത് രണ്ടും തെറ്റ്. അത് ഈ റെഡിൽ കാണുന്ന 3 തെറ്റും സി കറക്റ്റുമാണ് അല്ലേ. സി ദ ട്രീ ഹാസ് ബീൻ ഫെൽഡ് എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ. ഫെൽഡ് നമ്മൾ ചേർക്കുന്നതാണ് ഹാസ് ബീൻ ഫെൽഡ് എന്നുള്ള ഫോം. ഹി ഹാസ് ഡ്രാങ്ക്ഡ് എന്നുള്ളത് ഹി ഹാസ് ഡ്രങ്ക് എന്നാണ് വരേണ്ടത്. അതേപോലെ തന്നെ ഐ ഹാവ് ഡ്രൈവൺ എന്നാണ് വരേണ്ടത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഹാവ് ബീൻ ഫ്രോസൺ എന്നാണ് വരേണ്ടത്, ഫ്രീസ് എന്നുള്ളതല്ല. അപ്പോൾ തേർഡ് ഫോം ഓഫ് വെർബ് ഡ്രാങ്കിൻ്റെ ഡ്രങ്കും ഡ്രൈവിൻ്റെ ഡ്രിവണും ഫ്രീസിൻ്റെ ഫ്രോസണുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് മോഡൽസ്. മോഡലായിട്ടുള്ള വെർബ്സ് കറക്റ്റായിട്ട് ചേർക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് യു ഒബേ. ഓക്കെ, യു ഒബേ എന്നുള്ളത് എങ്ങനെയാണ് മോഡൽ വെർബ്സ് ചേർക്കേണ്ടത്. സെക്കൻഡ് വൺ ഡാഷ് സ്വിം. മൂന്നാമത്തേത് ബൈ ഫാദർ ഡാഷ് ടെൽ, ഹാബിറ്റ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ. ഐ ഡാഷ് പ്രിഫർ. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിയാലോ. യു മസ്റ്റ് ഒബേ, ഒബ്ലിഗേഷനാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് കുഡ് സ്വിം എന്നാണ് വരേണ്ടത്, പാസ്റ്റ് എബിലിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. മൈ ഫാദർ, ഐ സ്വിം എന്നുള്ളത് ഐ കുഡ് സ്വിം എന്ന് പറഞ്ഞു കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഐ കുഡ് സ്വിം എന്നുള്ളത് പറഞ്ഞു. തേർഡ് മൈ ഫാദർ യൂസ്ഡ് ടു ടെൽ, ഒരു ഹാബിറ്റാണ്, യൂസ്ഡ് ടു ആണ് അവിടെ വരുന്ന മോഡൽ. ഡി ഐ വുഡ് പ്രിഫർ എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഐ വുഡ് പ്രിഫർ. ഓക്കെ, അപ്പോൾ കറക്റ്റ് മോഡൽ വെർബ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചേഞ്ച് ദ വോയിസ് ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് അഡ്വേഴ്സിറ്റി മെയ്ഡ് ഹിം സ്ട്രോങ്. എങ്ങനെയായിരിക്കും വരിക? അഡ്വേഴ്സിറ്റി മെയ്ഡ് ഹിം സ്ട്രോങ്ങിൻ്റെ പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പാസീവ് വോയിസിലാക്കി മാറ്റുമ്പോൾ അതിനൊരു റൂളുണ്ട്. അഡ്വേഴ്സിറ്റി മെയ്ഡ് ഹിം സ്ട്രോങ് ചേഞ്ച് ആവുന്നത് ഹി വാസ് മെയ്ഡ് സ്ട്രോങ് ബൈ അഡ്വേഴ്സിറ്റി. ഹി വാസ് മെയ്ഡ് സ്ട്രോങ് ബൈ അഡ്വേഴ്സിറ്റി എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വി ഓട്ട് ടു ഫോളോ ദി റൂൾസ്. വി ഓട്ട് ടു ഫോളോ ദി റൂൾസിൻ്റെ പാസീവ് ഫോമാണ് ദ റൂൾസ് ഓട്ട് ടു ബി ഫോളോഡ്. ദ റൂൾസ് ഓട്ട് ടു ബി ഫോളോഡ്. നെക്സ്റ്റ് ദേ വിൽ കോൾ ദ ഡോക്ടർ. ദേ വിൽ കോൾ ദ ഡോക്ടർ. എങ്ങനെയായിരിക്കും അതിൻ്റെ പാസീവ് വോയിസ് വരുന്നത്? The doctor will be called. The doctor will be called by them എന്ന് വേണമെങ്കിൽ ചേർക്കാം. they will call എന്നുണ്ടല്ലോ. The doctor will be called. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ the doctor will be called എന്നുള്ളതാക്കിയാൽ മതി. ഫോർത്ത് സെൻറ്റൻസ് ആണ് why did you disturb the class. ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് അല്ലേ. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ സെൻറ്റൻസിൽ പാസീവ് വോയിസ് വരുന്നത്? why did you disturb the class. why was the class disturbed by you. why was the class disturbed by you എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പാസീവ് വോയിസ് ഓഫ് ഫോം. ഓക്കെ, അപ്പോൾ അത് അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേഞ്ച് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഹീ സെഡ് ഐ ആം ഫൈൻ. സെക്കൻഡ് ഹീ സെഡ് ടു ഹർ ആർ യു ഹാപ്പി. തേർഡ് ഹീ സെഡ് വിൽ യു ഹെൽപ്പ് മീ ആൻഡ് ഹീ സെഡ് ടു മീ ഡോണ്ട് ഗോ ദെയർ. ഇതെങ്ങനെയായിരിക്കും വരിക? ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നോക്കാം. ഹീ സെഡ് ഐ ആം ഫൈൻ എന്നുള്ളത് ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഫൈൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഫോം റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുമ്പോൾ. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ ഹീ സെഡ് ടു ഹർ ആർ യു ഹാപ്പി. റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ഹീ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ വാസ് ഹാപ്പി. ഇഫ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസിൻ്റെ കൂടെ ചേർക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ. നെക്സ്റ്റ് ഹീ സെഡ് വിൽ യു ഹെൽപ്പ് മീ. ഹീ സെഡ് വിൽ യു ഹെൽപ്പ് മീ എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെയാണ് വരിക? ഹീ ആസ്ക്ഡ് ഇഫ് ഐ വുഡ് ഹെൽപ്പ് ഹിം. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഹീ സെഡ് ടു മീ ഡോണ്ട് ഗോ ദെയർ. അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചസ് ഹീ ടോൾഡ് മീ നോട്ട് ടു ഗോ ദെയർ. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ചിനും ഓരോ റൂൾസ് ഉണ്ട് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് മാറ്റുമ്പോൾ. ഓക്കെ, അത് കൺസെപ്റ്റിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൻറ്റൻസ് റീ ഓർഡറിംഗ് ആണ്. ഹൗ ബീൻ യു ലോങ് ഇറ്റ് ഹാവിങ് അതെങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹാവിങ് ഇറ്റ് എന്നാണ് വരുന്നത്. ലേ വോട്ട് ആസ് സ്റ്റോർ സർപ്രൈസ് ഇൻ എ ഫോർ ഇത്രയും തന്നിട്ടുണ്ട്. സെൻറ്റൻസ് റീ ഓർഡർ ചെയ്തിട്ട് വാട്ട് എ സർപ്രൈസ് ലേ ഇൻ സ്റ്റോർ ഫോർ അസ്. ഇത് നമുക്ക് ഒരുമാതിരി കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഈ സെൻറ്റൻസ് റീ ഓർഡറിങ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്ജക്റ്റ് വെർബ് നോക്കുക, ഒബ്ജക്റ്റ് നോക്കുക, എന്നിട്ട് എക്സ്ട്രാ വരുന്ന വേർഡ്സ് നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ക്വസ്റ്റ്യൻ സെൻറ്റൻസ് വരുമ്പോൾ ഹൗ ഒക്കെ എന്നുള്ളത് വരുമ്പോൾ ഹൗ വെയർ വാട്ടൊക്കെ വരുമ്പോൾ അത് ആദ്യം വെച്ചിട്ട് തന്നെ ഫസ്റ്റ് നോക്കുക. നെക്സ്റ്റ് സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പെർസീവ്, വാക്വം, ഡിഫിക്കൾട്ട്, റിസീവ്. ഇതിലാകെപ്പാടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? പെർസീവ് അല്ലേ? പെർസീവ് തെറ്റാണ്, വാക്വം തെറ്റാണ്, ഡിഫിക്കൾട്ട് തെറ്റാണ്. പെർസീവിൽ CEI ആയിരുന്നു വരേണ്ടത് അല്ലേ? വാക്യത്തിൽ 2 ഡബിൾ U ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. ഡിഫിക്കൾട്ടിൽ 2 F ഉണ്ട്. റിസീവ് കറക്റ്റാണ്. അറ്റാക്കിന് 2 T ഉണ്ട്. അപ്പോയിൻറ്റിന് 2 P ഉണ്ട്. ഫോർ ഗോൺ ഇസ് കറക്റ്റ്. ബിഹേവിന് BE ആയിരുന്നു വരേണ്ടത്. ഗ്രാമറിന് MMAR ആണ് വരേണ്ടത്. കൺജക്ഷൻ കറക്റ്റാണ്. ഒബ്സ്റ്റക്കിളിന് 2 T ഇല്ല. ഓപ്പർച്യൂണിറ്റി 2 P ഉണ്ട്. അപ്പോൾ ഇവിടെ കൺജക്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഒബീഡിയൻസിന് DIE ആണ് വരുന്നത്. ഇൻഡിഫറൻറ്റിന് RE ആണ് വരേണ്ടത്. എക്സെപ്റ്റിംഗ് കറക്റ്റാണ്. സെറ്റിലിന് 2 T ഉണ്ട്. ഇതിൽ പ്രൊനൗൺസിയേഷനിൽ പ്രൊനൗൺ അല്ലേ? NOU വരണം പ്രൊനൗൺസിയേഷൻ. ഒപ്പോസിഷൻ 2 P വരണം. അക്വൻറ്റൻസ് കറക്റ്റാണ്. ഡെലിവറൻസ് അല്ലേ? RA ആയിരുന്നു വരേണ്ടത്. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന വേർഡ്സുകൾ ഏതൊക്കെയായിരുന്നു? പെർസീവ്, റിസീവ് ആയിരുന്നു ഫസ്റ്റിൽ വരേണ്ട അല്ലേ? ഫസ്റ്റിൽ റിസീവ് വരണം. സെക്കൻഡ് ഫോർഗോൺ കറക്റ്റായിട്ട് വരും. കൺജക്ഷൻ, അക്സെപ്റ്റിംഗ് ആൻഡ് അക്വൻറ്റൻസസ് ആർ ദ കറക്റ്റ് ആൻസർ അല്ലേ? ഫസ്റ്റ് വൺ റിസീവ് ആണ് കറക്റ്റായിട്ട് വരേണ്ട കേട്ടോ. റിസീവ്. ഓക്കെ, അപ്പം ലാസ്റ്റ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സമ്മറിയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗീവ് എ കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി ഓഫ് ദ റിപ്പോർട്ട് ഗിവൺ ഇൻ 100 വേർഡ്സ്. 20 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങളുടെ ലോജിക്കൽ റിപ്പോർട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റൂളും കാര്യങ്ങളും പഠിച്ചത് വെച്ചിട്ട് തന്നെ റിപ്പോർട്ട് എഴുതി പോവുക. റിപ്പോർട്ട് എഴുതുമ്പം അറിയാമല്ലോ, റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മളത് എപ്പോഴും ഒരു കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ എപ്പോഴും അത് എഴുതുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ റൂൾസിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലായിരിക്കും അത് സെൻറ്റൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, അതും ഓർത്തേക്കുക. The directors are pleased to present the 40th annual report on the business and operations of the company along with the consolidated financial statement for the year ended March 31, 2021. Year 2020 has been a year of unprecedented disruption. However, the country's largest and responsible power company ensured 24/7 power supply, which is essential for running the hospitals and other economic activities. The company 300 BUs generation marked for the second time and registered highest group generation since inception. In the light of significant steps taken for spearheading energy transition towards making the company a sustainable integrated energy company, it has achieved capacity addition of 4,160 megawatts and commercial capacity addition to 3,824 MW, including 904 megawatt capacity from renewable and hydro projects. Revenue from operations were 99206.50 crore and the total revenue was 103,552.70 crore in the year 2020 to 21. In the year 2019 to 20, revenue from operations was 97700.39 crore and total revenue was 100,478.41 crore. Profit for the year 2020 to 21 was 13,769.52 crore as opposed to 10,11,2.81 crore in the year 2019 to 20. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഫോർ ദ ഇയേഴ്സ് കാണിച്ചിട്ടുള്ളത്, അത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഹയസ്റ്റ് ഫോർ ഏത് ഇയർ ആണ് എന്നുള്ളത് പ്രോഫിറ്റ്. സെക്കൻഡ് ഹയസ്റ്റ് നോക്കുക, തേർഡ് ഹയസ്റ്റ് നോക്കുക, അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക.
ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് 2016-17 ആൻഡ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് 2020-21 കഴിഞ്ഞിട്ടില്ല. ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2020-21 the power stations of the company generated 270.91 BUs of electricity as opposed to previous year's generation of 259.62 BUs. This was 19.60 percentage of the total power generated in India. The company is also going ahead with floating solars at reservoirs of its projects, which is a step towards saving of land and water conservation by reducing water surface evaporation. As a responsible corporate entity for the environment, the company has proactively initiated steps towards water stewardship in power generation sector. Generation contributed by hydroelectric power station was 3.22 BUs against 3.45 BUs achieved last year. Less generation was due to low water inflow. Keeping its commitment towards green environment as Swachh Bharat, the company has taken several initiatives to support and leverage Government of India's efforts towards realizing pollution-free environment. The company has commissioned 24 waste to compost plant at Varanasi to convert municipal solid waste to gas, which is then used to generate electric power. By 2032, the company plans to have over 60 gigawatts capacity through renewable energy sources, constituting nearly 50% of its overall power generation capacity. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി കൊടുക്കുകയാണ്. അപ്പോൾ സമ്മറി ജസ്റ്റ് നമുക്ക് പ്രിപ്പയർ ആയിട്ടുള്ളതൊന്ന് നോക്കാം. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കാം. 100 വേർഡ്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. The directors presented the 40th annual report. എന്താണ് ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യം എഴുതി അല്ലേ, അതിനുശേഷം അതിൻ്റെ ഒരു ഉള്ളടക്കം നമ്മൾ പറയുകയാണ്. മെയിൻ ഡാറ്റാസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ. The directors presented the 40th annual report highlighting the company's performance during the pandemic affected year 2020-21. Despite disruptions, it ensures 24/7 power supply crucial for hospitals and industries. It crossed the 300 BU mark and achieved its highest ever group generation of 270.91 BUs, contributing 19.6% to national output. Company's addition പറയാണ്. The company added 4160 megawatt capacity including 904 megawatt from renewables and earned 103,552.70 crore in total revenue with 13,769.52 crore profit. Initiatives included floating solar projects, waste to compost plants and water conservation efforts. It aims for 60 gigawatt renewable capacity by 2032, supporting a greener and sustainable energy future. Okay, ഇതായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി വന്നത്. 100 വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വളരെ ചുരുക്കി നല്ല ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് ബേസ്ഡ് ഓൺ ദ പാസേജ് നോക്കിയിട്ട് ട്രൂ ഓർ ഫോൾസ് കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. 5 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ദ ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഇൻ FY 2019-20 വാസ് ലെസ് ദാൻ ദ ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഇൻ FY 2020-21. 1920 ലെസ് ആയിട്ടുള്ള ജനറേഷനാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നു. രണ്ടാമത്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അച്ചീവ്ഡ് ലെസ് ഇൻ കമ്പാരിസൺ ടു ദ പ്രീവിയസ് ഇയർ ഡ്യൂ ടു ലോ റെയിൻഫോൾ കാരണമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്രീവിയസ് ഇയറിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞെന്ന് പറയുന്നു. അതേപോലെ തന്നെ സി, ദ കമ്പനി ഡസ് ചാമ്പ്യൻ ഗ്രീൻ ക്ലീൻ എൻവയോൺമെൻറ്റ് പറയുന്നു. ഡി, ദ കമ്പനി ഹാസ് പ്രോആക്റ്റീവ്ലി ഇനിഷ്യേറ്റഡ് സ്റ്റെപ്സ് ടുവേർഡ്സ് മാനേജിങ് വാട്ടർ ബെറ്റർ ആൻഡ് എഫക്റ്റീവ്ലി മിറ്റിഗേറ്റിംഗ് വാട്ടർ റിലേറ്റഡ് റിസ്ക്സ് അറ്റ് സൈറ്റ്. E, by 2023, the company shall be totally dependent on coal and fossil fuels for energy generation. നമുക്ക് ഈ 5 സ്റ്റേറ്റ്മെൻറ്റും നോക്കാം കറക്റ്റ് ആണോ എന്താണെന്നുള്ളത്. നമ്മൾ പാസേജ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ അത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ടോട്ടൽ റവന്യൂ generated in FY 2019-20 was less than the total revenue generated in the FY 2020-21. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണല്ലേ.
ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എക്സ്പ്ലനേഷൻ ഫ്രം ദ പാസേജ് 2020-21 ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 103,552.70 crore ആണ്. FY 2019-20 ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 100,478.41 crore ആണ്. The revenue in 2020-21 was higher than in 2019-20 ആണ് വരുന്നത്. So the statement is true. Say whether the following statements are true or false based on the passage above. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഇൻ FY 2019-20 വാസ് ലെസ് ദാൻ ദ ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഇൻ FY 2020-21. അപ്പോൾ അത് ട്രൂ ആണ്. എക്സ്പ്ലനേഷൻ, ടോട്ടൽ റവന്യൂ നമ്മുടെ 2020-21 2019-20 തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. The revenue in 2020-21 was higher than in 2019-20, so the statement is true. Second statement, hydroelectric project achieved less in comparison to the previous year due to low rainfall and the resultant reduction in water. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഫ്രം ദ പാസേജ്, ജനറേഷൻ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷൻ വാസ് 3.22 BUs against 3.45 BUs അച്ചീവ്ഡ് ലാസ്റ്റ് ഇയർ. ലെസ് ജനറേഷൻ വാസ് ഡ്യൂ ടു ലോ വാട്ടർ ഇൻഫ്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ലോ വാട്ടർ ഇൻഫ്ലോ കാരണമാണ്, ലോ റെയിൻഫോൾ കാരണമാണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ലോ വാട്ടർ ഇൻഫ്ലോ അല്ല കാരണം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ കമ്പനി ഡസ് ചാമ്പ്യൻ ക്ലീൻ എൻവയോൺമെൻറ്റ്. അത് കറക്റ്റാണ്. ദ പാസേജിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കമ്പനി ഹാസ് taken several initiatives to support and leverage government of India's efforts towards realizing pollution-free environment, keeping its commitment towards green environment and Swachh Bharat mission. These lines confirm that the company actively promotes a green and clean environment, so the statement is correct. D, the company has proactively initiated steps towards managing water better and effectively mitigating water-related risks at site. ഇതും ട്രൂ ആണ്. ആസ് എ റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഫോർ എൻവയോൺമെൻറ്റ്, ദ കമ്പനി ഹാസ് proactively initiated steps toward water stewardship in the power generation sector. Water stewardship involves responsible water usage, conservation and risk mitigation, so the statement is true. ഇയിൽ പറയുന്നത് ബൈ 2023 ദ കമ്പനി ഷോൾ ബി ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ കോൾ ആൻഡ് ഫോസിൽ ഫ്യൂവൽസ് ഫോർ എനർജി ജനറേഷൻ. ഫോൾസ് ആണ്. ദ പാസേജിൽ പറയുന്നത് ബൈ 2032 ദ കമ്പനി പ്ലാൻസ് ടു ഹാവ് 60 gigawatts capacity through renewable energy resources, constitutionally near 50% of its overall power generation capacity. This clearly shows that the company moving away ഫ്രം ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ കോൾ ഓർ ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ 2023 എന്നാണ് പറയുന്നത്, പക്ഷേ 2032 ആണ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്ത രീതി വെച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നല്ലപോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.